ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഗസ്റ്റ് ടോക്കീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് ലില്ലി ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിലാണ്. ലില്ലി ചേച്ചി, ഗുഡ് മോർണിംഗ്. ലില്ലി ചേച്ചി, ചേച്ചി ഇത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പോ രണ്ടര വർഷത്തോളം ഇത് വാടകയ്ക്ക് എത്ര വാടക? 2500. ഞാനിപ്പോ യാത്രയുടെ ഇടയിൽ ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. കണ്ടപ്പം കുറച്ച് പഴംപൊരികളും അതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ കണ്ടപ്പോ ഒരു വീട്ടിലത്തെ പ്രതീതി വന്നപ്പോഴോട് കണ്ട കാരണം കയറി പോന്നതാണ്. നല്ല അടിപൊളി ചായ കിട്ടി. ചേച്ചിയുടെ നല്ല ചായ. അപ്പൊ ഞാൻ ചേച്ചിയുടെ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞത് ഊണൊക്കെ ഉണ്ട്. ഊണിന് മത്തി, ചോറ്, 2 തരം വെജിറ്റബിൾ കറി, സാമ്പാർ എല്ലാം കൂടെ 60 രൂപ. നല്ലൊരു റേറ്റ് ആണ്. ഞാനിപ്പോ ചായ കഴിച്ചു, പഴംപൊരി കഴിച്ചു, ഉണ്ടംപൊരിയൊക്കെ ഇതൊക്കെ കഴിച്ചു. വളരെ നല്ല സാധനം ചേച്ചി. നല്ല വെളിച്ചെണ്ണയിലാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? പാം ഓയിൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. വിറകിലാണോ ചെയ്യുന്നത്? ഗ്യാസില്. ഓക്കെ. പക്ഷെ നല്ല ഇപ്പം എന്തൊക്കെയാണ് ഊണിനുണ്ടാവുന്നത് ഇവിടെ? ഊണിന് ഇന്ന് മത്തി വറുത്തത്, മത്തിക്കറി, പിന്നെ പച്ചക്കറി 2 സൈസ്, പിന്നെ പപ്പടം വറുത്തത്, അച്ചാറ്, പിന്നെ പച്ചമോര്. 60 രൂപ. അൺലിമിറ്റഡ് ചോറ്. ചോറ് ഇഷ്ടം ആവശ്യത്തിന് കൊടുക്കും. ഈ വഴിക്ക് പോകുന്ന സുഹൃത്തുക്കളെ ബൈക്കിലായാലും ഇവിടെ ഒന്ന് കേറുക. നിങ്ങൾ വിചാരിക്കുന്ന വൈബല്ല കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അമ്മമാരുടെ ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ച് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പം ലില്ലി ചേച്ചിയുടെ റെസ്റ്റോറന്റ് പേര് ലില്ലി എന്നാണ് അല്ലേ? ചേച്ചിയുടെ വീട് എവിടെയാണ്? എന്റെ വീട് ഇത്തിരി കിഴക്ക് വശം കൊണ്ട് പുഴവാരത്ത്. ഓക്കെ. ഈ ഭാഗത്ത് കുമ്പളങ്ങി വഴിയിൽ നല്ല മീൻ കിട്ടും. അത് പോരാത്തതിന് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഊണ് കഴിക്കാൻ. ഇന്ന് രാളെയുണ്ട്, നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ മാറി മാറി എടുക്കും. അത് പല സൈസ് ഉണ്ടാവും. എല്ലാവരും വരിക, ഒരു പ്രാവശ്യം കഴിച്ച് അഭിപ്രായം ഇതിലെന്നെ അറിയിച്ചാൽ നന്നായിരുന്നു. ഈ ചാനലിൽ തന്നെ അറിയിച്ചാൽ നന്നായിരുന്നു. ചേച്ചിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ലൈഫില് മുന്നോട്ട് പോകാൻ. ഈ പ്രായമായിട്ടും ചേച്ചി തളരാതെ മുന്നോട്ട് പോകുന്നു. ചേച്ചി വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ഭർത്താവുണ്ട്, ജോലിയൊന്നും ഇല്ല. പിന്നെ മകൻ ഒരെണ്ണമുണ്ട്. കാലിന് ഇത്തിരി അംഗവൈകല്യമുള്ളതാണ്. ജനമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ തേവരയില് കാറ് വർക്ക്ഷോപ്പിൽ പോകുന്നു. കാറിന്റെ പോളിഷ്. പറ്റുവാണെങ്കിൽ ഉച്ചക്ക് തന്നെ വരും. എനിക്ക് ഊണൊന്നും വേണം. ഞാൻ വിളിച്ചു പറയാം. നമ്പർ എടുക്കട്ടെ. രാത്രി ഉണ്ടാവില്ല അല്ലേ? നമ്മൾ 65 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പൊ തന്നെ നമ്മള് ചെയ്യണത് തന്നെ ഭാഗ്യം കൊണ്ട് ചെയ്യണതാ. കാരണം ജീവിക്കാനുള്ള ഒരു കൊതി കൊണ്ട്. 66 വയസ്സായി. ചാളക്കറി വറുത്തതാണ്. ഷാലോ ഫ്രൈ എന്നൊക്കെ പറയില്ലേ വീട്ടിലുണ്ടാക്കുന്നത്. ഓയിലിൽ ഡീപ് ഫ്രൈ എന്നല്ല. വെണ്ടക്കായ അരിഞ്ഞു വെക്കുന്നു. ഉച്ചക്കറിക്കലാണ്. വീട്ടിലുള്ളതാ. ഇത് വീട്ടിലുള്ളതാ. എന്റെ വീട്ടിൽ തന്നെ ഉള്ളതാ. മത്തിക്കറി. മത്തിക്കറി വീട്ടിലത്തെ കറിയാണ്.